അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് കൂറ്റനാട് ടൌണിൽ കനത്ത മഴയിൽ റോഡിൽ ഒലിച്ചെത്തിയ അപകടാവസ്ഥ സൃഷ്ടിച്ച മെറ്റലുകൾ പൊതുപ്രവർത്തകൻ നേരിട്ടിറങ്ങി നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം തെന്നിവീണ് സ്കൂട്ടർ യാത്രികരായ അമ്മയും മകളും ടിപ്പർ ലോറിക്കടിയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. അപകടം നടന്നിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടർന്നതോടെയാണ് INTUC മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ അസീസ് ആമക്കാവ് നേരിട്ട് റോഡ് ശുചീകരണത്തിനിറങ്ങിയത്. കൂറ്റനാട് ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കാനായി എടുത്ത കുഴികളിൽ നിറച്ചിരുന്ന മെറ്റലും കരിങ്കൽ പൊടിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ റോഡിലേക്ക് ഒഴുകിയെത്തി പരന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ കൂറ്റനാട് സെന്ററിലാണ് നാട്ടുകാരെ നടുക്കിയ അപകടമുണ്ടായത്. മഴയിൽ ഒലിച്ചിറങ്ങിയ മെറ്റലിൽ തെന്നി സ്കൂട്ടർ റോഡിലേക്ക് മറിയുകയും യാത്രക്കാരായ അമ്മയും മകളും റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ഈ സമയത്ത് തൊട്ടരികിലൂടെ വന്ന ടിപ്പർ ലോറിക്കടിയിൽപ്പെടാതെ അത്ഭുതകരമായാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ഒലിച്ചെത്തിയ മെറ്റൽ നീക്കി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിലെ അപകടാവസ്ഥ പലതവണ പൊതുമരാമത്ത് വകുപ്പിനെയും വാട്ടർ അതോറിറ്റിയെയും നാട്ടുകാർ അറിയിച്ചിരുന്നെങ്കിലും ഇവർ തിരിഞ്ഞുനോക്കാൻ കൂട്ടാക്കിയില്ല. വലിയൊരു ദുരന്തം തൊട്ടുമുമ്പിൽ വന്നുപോയിട്ടും അധികൃതർ അനങ്ങാതിരുന്നതോടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മദിനത്തിൽ അസീസ് ആമക്കാവ് മാതൃകാപരമായ സേവനവുമായി രംഗത്തിറങ്ങിയത്. കൂറ്റനാട് ടൗണിലെ ചുമട്ടുതൊഴിലാളിയായ ഹരിദാസനും അസീസിനെ സഹായിക്കാൻ ഒപ്പം ചേർന്നതോടെ ടൗണിലെ അപകടക്കെണി പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചു.